വശ്യം ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ ഈ പെൺകുട്ടികളുടെ മുടിയോ അല്ലെങ്കിൽ നഖമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വശ്യം ചെയ്യുന്ന ആളുകൾ നമ്മൾ സൂക്ഷിക്കണം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് ഇരിക്കെ എവിടെയോ വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എവിടെയോ വെച്ച് ഒരാളെ കാണുന്നു, അയാളുമായി സംസാരിക്കുന്നു. ഈ സ്ത്രീക്ക് വളരെ പെട്ടെന്ന് ഇയാൾ വിളിക്കുന്നിടത്തേക്ക് പോകും. ഇയാളുടെ ആവശ്യങ്ങൾക്ക് പല സമയം ഉപയോഗിക്കും. സ്വർണം ഊരി കൊടുക്കുന്നു. ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സ്വർണം ഊരി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കട കൊടുക്കുന്നത്? നാട്ടുകാരനല്ല, കൂട്ടുകാരനല്ല, ആരുമല്ല, സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. സ്ത്രീകളെയാണ് കൂടുതലും വശീകരിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ നമ്മൾ ഭഗവാനുമായി കൂടുതൽ അടുക്കാൻ, നമ്മൾ ഭഗവാനിലോട്ട് വശ്യപ്പെടും. ഭഗവാനാണ് സർവം. ഈ വശ്യപ്പെടുന്ന വ്യക്തികളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി എന്തൊക്കെ അവർക്ക് ഇമോഷൻ ഉണ്ടാവില്ല. ഭർത്താവും മക്കളും ഇരിക്കെ കാമുവിന്റെ ഒപ്പം ഒളിച്ചു പോടാൻ നിൽക്കുന്ന ഒരു ഇമോഷൻസും സ്ത്രീ മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് മറ്റേ വ്യക്തി എന്ത് ചെയ്യും? കൃത്യമായിട്ട് കൊണ്ടുപോകും. കിട്ടാനുള്ള പണവും ഈ പറയുന്ന സാധനം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കളയും. വശ്യം ഇന്ന് പല ആളുകൾക്കും അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾക്ക്, പണം ഉണ്ടാക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിനും വശ്യം ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വശ്യം ചെയ്യുന്നത് ശരിയായ രീതിയാണ്? പൊതുവെ ഈ വശ്യം ചെയ്ത് കൊടുക്കുന്ന ആളുകളുടെ ഒരു ചിന്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ മൂന്നാമതൊരു സ്ത്രീ കടന്നു വരുന്നു. എന്നിട്ട് ഈ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ ഭാര്യയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഈ വശ്യം ചെയ്ത് കൊടുക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു സൽക്കർമ്മമാണ്. 2 കുഞ്ഞുങ്ങളെ അനാഥപ്പെടാതിരിക്കാൻ, ഈ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടാതിരിക്കാൻ ആ സ്ത്രീയിൽ നിന്ന് വിട്ടുപോയി ഭാര്യയിലോട്ട് തിരിച്ച് വശ്യം ഉപയോഗിച്ച് തിരിച്ചു വരിക എന്നൊരു പ്രക്രിയയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവാന്ന് പറയാം. പക്ഷെ ഒരു വ്യക്തിക്ക് ഒരു ബന്ധം അവസാനിപ്പിച്ച് പോകണമെന്ന് തോന്നുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. രണ്ട് സൈഡും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് മനസ്സിലാക്കും. പക്ഷേ ഇതേ പ്രക്രിയ നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമുക്ക് ആവശ്യമുള്ള ആളുകളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇതേ പ്രക്രിയ നമുക്ക് ഉപയോഗിക്കാം. ഇതേ രീതി. ഈ വശ്യം ചെയ്യുന്ന ആളുകൾ നമ്മൾ സൂക്ഷിക്കണം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വശ്യം ഇപ്പോ നമുക്ക് ഒരു സ്ത്രീയെ നമ്മളിലോട്ട് ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ബിസിനസ്സിൽ നമുക്ക് വശ്യം ചെയ്യാൻ പറ്റും. പണം ഇടപാടുകളിൽ നമുക്ക് വശ്യം ചെയ്ത് ഒരു വ്യക്തിയെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ മാനസികമായിട്ട് നമുക്ക് തളർത്താനും അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് നമുക്ക് വശ്യം ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതിനു മുമ്പ് വന്ന 2-3 കേസുകൾ ഉദാഹരണം എടുക്കാം. അതായത് ഭർത്താവ് ഇരിക്കെ എവിടെയോ വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എവിടെയോ വെച്ച് ഒരാളെ കാണുന്നു, അയാളുമായി സംസാരിക്കുന്നു. ഈ സ്ത്രീക്ക് വളരെ പെട്ടെന്ന് ഈ വ്യക്തിയോട് ഭയങ്കര ആകർഷണം ഫീൽ ചെയ്യാം. എന്നാൽ ഒരുപാട് സംസാരിച്ചിട്ടില്ല, ഒരുപാട് പരിചയമില്ല. പിന്നെ ഈ വ്യക്തിനെ കാണണം എന്നുള്ളൊരു ഭയങ്കര അതിയായ ആഗ്രഹം ജനിക്കുക. രാത്രിയും പകലും കാണണം. എന്നാൽ ഒരു ബന്ധമില്ല, ഇവർ തമ്മിൽ മോശമായിട്ട് ഒരു ബന്ധമില്ലാന്ന് തന്നെ വിചാരിക്കും. ആദ്യമായിട്ട് കണ്ടൊരു വ്യക്തി നമ്മൾ പിന്നെയും കാണുമ്പോഴല്ലേ നമുക്ക് പിന്നെ കാണണം എന്നൊരു ചിന്തകൾ നമുക്ക് വരുള്ളൂ. ഇത് 1-2 വട്ടം കാണുമ്പോൾ തന്നെ ചിന്ത വരുന്നു. പിന്നെ കാണുന്നു, പിന്നെ ഈ വ്യക്തി വിളിക്കുന്നിടത്തേക്ക് പോകുന്നു. പിന്നെ ഈ വ്യക്തിയുടെ കൂടെ അങ്ങ് പോവാ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല. അതായത് ഭർത്താവില്ല, കുഞ്ഞുങ്ങളില്ല, വീട്ടുകാരില്ല, ഞാൻ ഒരു അമ്മയാണെന്ന ചിന്തയിൽ ഇതൊന്നുമില്ലാത്തൊരു ബോധത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കരുതുക. ഇയാൾ വിളിക്കുന്നിടത്തേക്ക് പോകും. ഇയാളുടെ ആവശ്യങ്ങൾക്ക് പല സമയം ഉപയോഗിക്കും. അപ്പോഴൊന്നും ഇത് മനസ്സിലാവുന്നില്ല. ചിന്തിക്കാനുള്ള ലോജിക്ക് ഈ സമയത്ത് വർക്കൗട്ട് ആവില്ല. വശ്യത്തിൽ ഇരിക്കുമ്പോൾ സ്വർണം ഊരി കൊടുക്കുന്നു. നമ്മൾ എത്രയോ ദിവസം നമ്മളെല്ലാം ചിന്തിച്ചു പോകും. അതെങ്ങനെയാണ് നിങ്ങൾ ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സ്വർണം ഊരി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കട കൊടുക്കുന്നത്? ഒരു പരിചയമില്ല, നാട്ടുകാരനല്ല, കൂട്ടുകാരനല്ല, ആരുമല്ല, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് അയാൾ 2 ദിവസം ഒന്ന് സംസാരിച്ചപ്പോ കൊടുത്തേക്കാം. അപ്പൊ എന്തായിരിക്കും ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോ ഈ സ്ത്രീ ഈ പറയുന്ന സ്വർണമെല്ലാം ഊരി കൊടുക്കുന്നു, ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ എടുത്തു കൊടുക്കുന്നു, എന്ത് ചോദിക്കുന്നു അതങ്ങ് കൊടുക്കും. അപ്പൊ ആലോചിക്കുക എന്ത് മാത്രമായിരിക്കും ആ സ്ത്രീ വശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ കാറ്റഗറിയിലാണ് പുരുഷന്മാര് പലപ്പോഴും സ്ത്രീകളുടെ വശ്യത്തിൽ ഇരയാവുന്നത്. ഭാര്യനെ വേണ്ട, കുഞ്ഞുങ്ങളെ വേണ്ട, ജോലി വേണ്ട, കിട്ടുന്ന പൈസ മുഴുവനും ആ സ്ത്രീ എന്ത് പറയുന്നു അത് അനുസരിക്കും ഈ പുരുഷന്മാര്. ഭാര്യനെ തല്ലാൻ പറഞ്ഞാൽ ഭാര്യനെ തല്ലും. ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണോ വശ്യം ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ആവുന്നത്? സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. സ്ത്രീകളെയാണ് കൂടുതലും വശീകരിക്കുന്നത്. കാരണം സ്ത്രീകളെ വശീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ അകത്ത്.
വശ്യം ചെയ്യുന്ന സമയത്ത്. പുരുഷന്മാർക്ക് കുറച്ചുകൂടി പ്രശ്നമാണ്. അതായത് കുറച്ച് കൂടിയ അളവിൽ വേണം വശ്യം ചെയ്യാൻ. സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ചെയ്താലും ആ ചെറിയ മന്ത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് ഇതാവും, ഫലം കാണും അതിൻ്റെ അകത്ത്. അപ്പൊ ഒന്ന് ആലോചിച്ച് ഈ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എല്ലാം അടിമപ്പെട്ടു പോവാ, വിധേയപ്പെട്ടു പോവാ. ഇതിപ്പോ നമ്മളൊരു ബന്ധത്തിന്റെ കാര്യത്തിലോ മാത്രമേ പറയുന്നത്, ഒരു ബിസിനസിന്റെ കാര്യത്തിലും നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് വശ്യം അറിയാം, എനിക്ക് വശ്യത്തിന്റെ എന്റെ എനർജിയുടെ ഫ്രീക്വൻസി കൂട്ടാൻ എനിക്കറിയാം. ആ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ജപങ്ങളോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ വശ്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മെയിനാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളതും, പിന്നെ ജപങ്ങള്, പിന്നെ ഉപാസനകള്, പിന്നെ മെഡിറ്റേഷൻ ഉപയോഗിക്കുമ്പോഴും. അതായത് ഈ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന മനസ്സിലാക്ക്, വശ്യം എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ്. ഇപ്പൊ എവിടെ നിന്നായിരിക്കും സാധനം ജനറേറ്റ് ആവുന്നത്? ഈശ്വരനിലോട്ട് നമ്മൾ അടുക്കുന്ന ഒരു ആകർഷണ സാധനം ഉണ്ട്, നമുക്ക് ഒരു ഫീൽ ഉണ്ട്. ഈ ഫീലിനെ ആ ഫീലിനെയാണ് ആക്ച്വലി നമുക്ക് വശ്യത്തിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ നമ്മൾ ഭഗവാനുമായി കൂടുതൽ അടുക്കാൻ നമ്മൾ ഭഗവാനിലോട്ട് വശ്യപ്പെടും. ഭഗവാനാണ് സർവം, ഭഗവാനാണ് എന്നുള്ള ചിന്തബോധത്തോട്ട് നമ്മൾ വരും. ഇത് ആക്ച്വലി നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ആണ്. ഈ എനർജിനെയാണ് ഈ ഫ്രീക്വൻസിയിലോട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇവിടെയും നമ്മൾ വശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ വശ്യപ്പെടുന്ന വ്യക്തികളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി എന്തൊക്കെ അവർക്ക് ഇമോഷൻ ഉണ്ടാവില്ല. അതായത് ഭർത്താവും മക്കളും ഇരിക്കെ കാമുവിന്റെ ഒപ്പം ഒളിച്ചു പോടാൻ നിൽക്കുന്ന സ്ത്രീനെ സംബന്ധിച്ച് ആ സ്ത്രീക്ക് ഇമ്പോർട്ടന്റ് അവന്റെ കാമുവിനാണ്. ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾക്കോ കൂടെ ജീവിക്കുന്ന ഭർത്താവിനോ ആ സ്ത്രീയുടെ വീട്ടുകാർക്കോ ആ പുരുഷന്റെ വീട്ടുകാരുടെ ഒരു ഇമോഷൻസും ഈ സ്ത്രീ മനസ്സിലാക്കുന്നില്ല ഈ സമയത്ത്. മറ്റേ വ്യക്തി എന്ത് ചെയ്യും? കൃത്യമായിട്ട് കൊണ്ടുപോകും, കിട്ടാനുള്ള പണവും ഈ പറയുന്ന സാധനം എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കളയും. ഇതാണ് പൊതുവെ സംഭവിക്കുന്ന കാര്യം. പല പെൺകുട്ടികളെയും ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മുതിർന്നവരുടെ കാര്യമാണല്ലോ, ഇതിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്ന വശ്യങ്ങളാണ് ഈ അത്യാവശ്യം നല്ല വീട്ടിലെ പെൺകുട്ടികളും. അത്യാവശ്യം നല്ല വീട്ടിൽ നിന്നല്ല, പെൺകുട്ടികളെ തന്നെ നമുക്ക് എടുക്കാം. അതിൻ്റെ അകത്ത് പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി, അതായത് അവരോട് പ്രേമം തോന്നാനോ അല്ലെങ്കിൽ അവരോട് പ്രത്യേക താല്പര്യം തോന്നാനോ ഇഷ്ടം തോന്നാനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. വശ്യം ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ ഈ പെൺകുട്ടികളുടെ മുടിയോ അല്ലെങ്കിൽ നഖമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വസ്തുവൊക്കെ ആയിരിക്കും ഇതിന്റെ ഒപ്പം നമ്മൾ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള ആളുകൾ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ചേർത്താൽ മാത്രം പോരാ, അല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. വശ്യം ഓൺ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് എങ്ങനെ വേണേലാവാം, ഭസ്മമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളാവാം, എന്ത് വേണേലാവാം. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്നത് ഒരു ഭസ്മത്തിനോ ഒരു മറ്റു വസ്തുക്കൾക്കോ ഇത്തരത്തിലുള്ള വശ്യം കൊടുക്കാനൊന്നുള്ള കഴിവില്ല. ഓക്കെ, ഇവിടെ എവിടെ നിന്നാണ് സിദ്ധി ലഭിക്കുന്നത്? അത്തരത്തിലുള്ള എനർജൈസ് ചെയ്ത് ഒരു ബോഡിയിൽ നിന്ന് വേണം ഈ പറയുന്ന ഭസ്മത്തിലോട്ടോ മറ്റെന്തിലോട്ടോ ഈ പറയുന്ന എനർജീസിനെയോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെയോ പുഷ് ചെയ്ത് വെക്കാൻ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ധാരണയുണ്ട്. അവരുടെ ധാരണയാണത്. അവരുടെ ധാരണയും അവരുടെ എനർജിയും അവരുടെ ഉപാസനയും അവരുടെ പ്രാർത്ഥനയും അവരുടെ മന്ത്രത്തിന്റെയും എല്ലാത്തിന്റെയും ആകെ തുകയാണ് വശ്യം. അത് ഏത് വ്യക്തിക്കാണോ ഉപയോഗിക്കുന്നത് ആ വ്യക്തി അതിന് നിമിഷം മുതൽ ഈ വശ്യത്തിന്റെ പരിധിയിൽ വന്ന് പെടും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കൈവശത്തിൽ പറയുന്ന പോലെ കൈവശം ഇസ് പോയിസണാ, അതിന് മറ്റൊന്നുമായിട്ട് അധികം ബന്ധമൊന്നുമില്ല. വശ്യത്തിന് പൂർണ്ണമായിട്ടും ആ വസ്തുക്കളെക്കാളും കൂടുതൽ ഇതിനോട് ഭയങ്കര സാമ്യമായിരിക്കും. പല രീതിയിൽ വശ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൊടുക്കുകയും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുരട്ടി വശ്യം, ഗന്ധത്തിലൂടെ സ്പർശത്തിലൂടെ മറ്റ് പലതിലൂടെയും വശ്യം ചെയ്യാൻ പറ്റും. കാഴ്ചയിലൂടെ നമുക്ക് ചില ആളുകളുടെ കണ്ണിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്ന ഒരു ഫീലൊക്കെ പലപ്പോഴും പല ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രാടക പോലെയുള്ള മെഡിറ്റേഷൻസ് എല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഈ വശ്യം എന്ന് കഴിഞ്ഞാൽ അവരോട് പ്രത്യേക ആകർഷണം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടിയ അളവ് എനർജിയാണ് നമ്മൾ മറ്റേ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഇന്നത്തെ നൂറ്റാണ്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൊരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കുക, ഇതൊരു എനർജിയാണ്. എല്ലാ എനർജിയാണ് നമ്മൾ കാണുന്നതും ഞാനും രാഹുലും നമ്മൾ ഈ ലോകത്ത് കാണുന്നത് എല്ലാം ഒരു എനർജി ഫ്രീക്വൻസിയാണ്. ഈ യൂണിവേഴ്സ് ഒരു എനർജിയിലാണ് നിലനിൽക്കുന്നത്. അതിലൊന്നും തർക്കമില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എനർജിയാണ്. ആ എനർജിയിലോട്ട് ഇതെല്ലാം കൺവേർട്ട് ആവും അവസാനം. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനർജി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തേ പറ്റൂ. ദുർമന്ത്രവാദം, ആഭിചാര്യം എന്ന് തൊട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഫാന്റസി കഥകളിലോട്ട് പോകാതെ ഇതിനെ മാറ്റി നിർത്തൂ. ഒരു എനർജിക്ക്
നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫ്രീക്വൻസിയും നമ്മുടെ പല കാര്യങ്ങളെയും കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ അമ്പലങ്ങളുടെ അകത്ത് പോകുമ്പോൾ, നമ്മൾ നെഗറ്റീവായ ഒരു പ്ലേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ശ്മശാനത്തിൽ പോകുമ്പോൾ, ഇവിടെ എല്ലാം എന്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ഇമോഷൻസ് ക്രിയേറ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം നിലനിൽക്കുന്ന എനർജിയുടെ ഫ്രീക്വൻസി എന്തെങ്കിലും ഡിഫറെന്റ് എനർജീസ് ആണ്. അമ്പലത്തിലുള്ള സാധനമല്ല പുറത്ത് ചന്തയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിക്ക്, ഒരു എനർജി ഫോർമേഷന് ആ എനർജീനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഡെവലപ്പ് ചെയ്യുന്ന എനർജീനെ നമുക്ക് ഒരാളിലോട്ട് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുന്നത് വളരെ എളുപ്പമാണ്. ഈ ലെവലിൽ ഇതിനെ കണ്ടാൽ മതി. നമ്മൾ ഇതിനെ 21ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിച്ച് അതൊക്കെ മാറ്റി നിർത്ത്. എനർജി ഉപയോഗിച്ച് എന്തും സാധ്യമോ, എന്തും. ഇപ്പൊ നമ്മൾ ഞാൻ ആദ്യമേ പറയാറുണ്ട്, എനർജി എന്ന് പറഞ്ഞത് ഒരു ഡേറ്റാബേസ് ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഡേറ്റ അടങ്ങിയിട്ടുണ്ട്. ഈ ഡേറ്റ ധാരണകൾ നൽകിയോ അല്ലെങ്കിൽ ജപങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആ എനർജിയിൽ ഡേറ്റ ആഡ് ചെയ്യുന്നത്. ഓരോ വാക്കുകളും എനർജിയാണ്. നമ്മൾ ഓരോ വാക്കുകളും മനസ്സിലാക്കുന്നത് എനർജി രൂപത്തിലാണ്, നമ്മൾ സെൻസ് ചെയ്യുന്നത് എനർജി രൂപത്തിലാണ്. നമ്മളിങ്ങനെ തൊട്ടിട്ട് കാര്യമില്ല, ഈ തൊടുന്ന ആ ഫീല്, ആ പാസ് ചെയ്യുന്ന എനർജി പോലും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് തോന്നല് എന്ന് പറഞ്ഞാൽ എല്ലാം എനർജിയായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ വശ്യവും ഈ പറഞ്ഞ കൈവശവും ഇതെല്ലാം ഉള്ള കാര്യമാണ്.